നമ്മൾ നാദാപുരത്താണുള്ളത്. നാദാപുരം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പി വസന്തമാണ് നമ്മളോടൊപ്പം ചേരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ്. ഇടത് കോട്ട എന്നാണ് പൊതുവെ നാദാപുരം അറിയപ്പെടുന്നത്. എങ്ങനെയുണ്ട് പ്രചരണ രംഗത്ത്? വളരെ പ്രചരണം നന്നായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇടത് കോട്ടയാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ അരനൂറ്റാണ്ട് കാലത്തോളം വിജയിപ്പിച്ച മണ്ണാണ്. തീർച്ചയായിട്ടും ഇത്തവണയും അത്തരമൊരു വിജയം തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ ചൂരൽമലയിൽ ഉരുൾപൊട്ടിയ സമയത്ത് പോലെ തന്നെ വിലങ്ങാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളടങ്ങുന്ന കർഷക ജനതയുടെ വിവിധ വിഷയങ്ങൾ, ഇതൊക്കെയാണ് UDF പ്രധാന പ്രചരണ ആയുധം എന്ന് പറയുന്നത്. ഇടതുപക്ഷം എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്? പ്രതിരോധിക്കേണ്ട കാര്യമില്ല. അവിടുത്തെ ജനങ്ങൾക്കറിയാം ഇടതുപക്ഷം നൽകിയിട്ടുള്ള സഹായങ്ങൾ. ഇടതുപക്ഷം അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മുണ്ടക്കൈയായാലും വിലങ്ങാടായാലും ഒരേപോലെ മനുഷ്യരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ദുഃഖങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന രീതിയിലുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. അവസാന 5 വർഷത്തെ വികസന നേട്ടങ്ങൾ എന്തൊക്കെയായിരിക്കാം? അതിലേറ്റവും പ്രധാനപ്പെട്ടത് മലയോര ഹൈവേ. വലിയ വികസനമാണ് മലയോരത്ത് ഈ ഹൈവേ വന്നതോടുകൂടി ഉണ്ടായിട്ടുള്ളത്. ഈ ചെറിയ പ്രവർത്തനങ്ങൾ മാത്രമേ അവിടെ ബാക്കിയായിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ 2500 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ നാദാപുരം മണ്ഡലത്തിൽ നടന്നിട്ടുള്ളത്. അത് മുക്കിലും മൂലയിലും പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾക്ക് ഇതൊക്കെ, നാദാപുരത്തുകാർക്ക് ഇതൊക്കെ അനുഭവ യോഗ്യമാണ്. സ്കൂളുകൾ, ആശുപത്രികൾ, എത്രയെത്ര സർക്കാർ സ്കൂളുകളാണ്, ആശുപത്രികളാണ്. പ്രാഥമിക ആശുപത്രികൾ തൊട്ട് താലൂക്ക് ആശുപത്രികൾ വരെ വലിയ രീതിയിൽ ഇവിടെ വളർന്നു വന്നിട്ടുണ്ട്. നാദാപുരത്ത് ഇനി എന്തായിരിക്കണം വരേണ്ടത് എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. നാദാപുരത്ത് വികസന പ്രവർത്തനങ്ങൾ സഖാവ് വിജയൻ തുടർന്ന് വെച്ചിട്ടുള്ള അതൊക്കെ തന്നെ പൂർത്തീകരിക്കും. അതോടൊപ്പം തന്നെ യുവജനങ്ങൾക്ക് പുതിയ പുതിയ ആവശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ കാലഘട്ടത്തിനനുസരിച്ച് ആവശ്യങ്ങൾ ഉയർന്നു വരും. അതാണല്ലോ, ഒരു 10 കൊല്ലം മുമ്പേയുള്ള ആവശ്യങ്ങളല്ല ഇപ്പോഴുണ്ടാവുന്നത്. യൂത്ത് സെൻറ്റർ തീർച്ചയായിട്ടും ഒരു ആവശ്യമായിട്ടിപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ്. ജോബ് ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ വിനോദം, വിജ്ഞാനം, ഇവയ്ക്കുള്ള കേന്ദ്രങ്ങൾ, പ്ലേസ്മെൻറ്റ് സെൻറ്റേഴ്സ്, അങ്ങനെ പല രീതിയിൽ നമ്മൾക്ക് സെല്ലുകൾ തുടങ്ങാൻ കഴിയും, സെൻറ്റേഴ്സുകൾ തുടങ്ങാൻ കഴിയും. അത്തരത്തിലുള്ള വിപുലമായിട്ടുള്ള പരിപാടികൾ ഈ കാലഘട്ടത്തിൽ ആവിഷ്കരിക്കേണ്ടിയിരിക്കും. അതുപോലെ തന്നെ AI ബന്ധപ്പെട്ടുള്ള പരിശീലന പരിപാടികൾ, ഇങ്ങനെ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ആവശ്യങ്ങൾക്ക് ഉതകും വിധമുള്ള പദ്ധതികളും പരിപാടികളുമായിട്ട് തീർച്ചയായിട്ടും മുന്നോട്ട് പോകും. യുവാവിനെയാണ് എതിർ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ യുവാക്കളെ ആകർഷിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങളും വാഗ്ദാനങ്ങളുമാണ് ഉള്ളത്. ഭയമുണ്ടോ? ഒരിക്കലും ഭയമില്ല. പ്രവർത്തന പരിചയം ഏറ്റവും വലിയൊരു യോഗ്യതയായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. പൊതുസമൂഹത്തിൻ്റെ ഇടയിലിറങ്ങി തിരിച്ച് അവരുടെ ജീവിതവുമായി ഇടപഴകുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എൻ്റെ പൊതുപ്രവർത്തനം പരിചയം തീർച്ചയായിട്ടും എനിക്ക് അനുകൂലമാകുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഈ തിരക്കിനിടയിലും നമ്മളോട് സംസാരിച്ചതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു.